ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. സൂപ്പർ കൺമണി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുമിത്രയും ബാലഗോപാലും ചേർന്നിട്ട് 50 കോടി ആവശ്യപ്പെടുകയാണ് ഭാഗ്യശ്രീയോട്. ഇല്ലെങ്കിൽ ബലരാമന്റെ ജീവൻ അപകടത്തിലാക്കുമെന്നും അവർ ഭീഷണിപ്പെടുത്തുന്നു. തുടർന്ന് ഭാഗ്യശ്രീ ഒരു സംശയം ചോദിക്കുകയാണ് സുമിത്രയോട്. ഇന്നിപ്പോ നിങ്ങൾ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ടോ, ഏട്ടനെ ബാധിക്കുന്ന രീതിയിൽ? അപ്പൊ സുമിത്ര അറിയിക്കുന്നുണ്ട്, ഒരു ടെസ്റ്റ് ഡോസ് കൊടുത്തിട്ടുണ്ട്. വലിയ കുഴപ്പങ്ങൾ തുടങ്ങുന്നതിന് മുന്നോടിയായി ഒരു സാമ്പിൾ ഡോസ്. അതങ്ങോട്ട് അറിയുന്നതും ഭാഗ്യശ്രീ ആണെങ്കിലും ആകെ ഞെട്ടുന്നുണ്ട്. ഈ ഡോസിൽ അവൻ പഠിക്കണമെന്നും അവിടെ നിന്നും അവൻ ഇങ്ങോട്ട് വരുമ്പോൾ കാര്യങ്ങളെല്ലാം നീ തന്നെ അവനെ പറഞ്ഞ് മനസ്സിലാക്കണം. എന്നിട്ട് പണവും കൊണ്ട് വേഗം വരാൻ പറ. ഒരിക്കലും വന്നാൽ പോരാ, വന്നുകൊണ്ടേയിരിക്കണം എന്നൊരു നിബന്ധന കൂടെ വെച്ചിട്ട് അവരവിടെ നിന്ന് പോവുകയാണ്. ഭാഗ്യശ്രീ ആണെങ്കിലും ബാലുവിനെയും സുമിത്രയും കൊണ്ട് പൊറുതിമുട്ടിയെന്ന് വേണം പറയാൻ. ആകെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് സാഗറിന്റെ വീട്ടിലെ ജ്യോത്സ്യൻ കൃഷിന്റെയും കൺമണിയുടെയും വിവാഹത്തിന്റെ സമയം കുറിക്കുമ്പോൾ എല്ലാവരും ഡേറ്റ് എന്നാണെന്ന് അറിയാൻ വേണ്ടി ആകാംക്ഷയോടെ ഇരിക്കുകയാണ്. തുടർന്ന് അദ്ദേഹം പറയുന്നുണ്ട്, രണ്ടുപേരുടെയും നാളും പൊരുത്തവും ഒക്കെ നോക്കി ഇത്ര ചേർച്ചയുള്ള 2 ജാതകങ്ങൾ അടുത്തെങ്ങും ഞാൻ കണ്ടിട്ടില്ല. എല്ലാവർക്കും ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ഒത്തിരി സന്തോഷമാവുന്നുണ്ടെങ്കിലും സുജാതയുടെ മുഖത്ത് മാത്രം ഒരു തെളിച്ചമില്ല. വിഘ്നങ്ങൾ ഒരുപാടുണ്ടാവുമെങ്കിലും ഈശ്വരൻ ഇടപെടും. ഒരാൾ മറ്റൊരാൾക്ക് തുണയായിരിക്കും. എപ്പോഴും അവരൊന്നിച്ചായിരിക്കും ഉണ്ടാവുക എന്നുകൂടെ എല്ലാം ജ്യോത്സ്യം പറയുന്നത് കേൾക്കുമ്പോൾ തിരുവേനി പറയുന്നത് എല്ലാം സത്യമാണെന്ന് ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് സാഗർ. തുടർന്ന് അദ്ദേഹം പറയുന്നുണ്ട്, അവരുടെ കല്യാണ തീയതി അവരോടുകൂടെ പറയണമെന്നാണ് നിമിത്തം കാണിക്കുന്നത്. എന്തായാലും അവരില്ലാത്ത സ്ഥിതിക്ക് തീയതി ഞാൻ പറയാം. ഏറ്റവും ഉത്തമമായി കാണുന്ന തീയതി ഡിസംബർ 22 തിങ്കളാഴ്ചയാണ്. ജ്യോത്സ്യൻ തീയതി അറിയിച്ച അതേ സമയത്ത് തന്നെ കൃഷ്ണൻ കൺമണി അവിടെ എത്തിച്ചേരുന്നുണ്ട്. അവരുകൂടെ വന്നത് കാണുമ്പോൾ എല്ലാവർക്കും ഒന്നുകൂടെ സന്തോഷമാവുന്നുണ്ട്. ബലരാമനൊക്കെ ആണെങ്കിലും കൃഷ്ണനെ നോക്കി ചിരിക്കുന്നുണ്ട്. എന്നാൽ കൃഷ്ണനിപ്പോൾ ബലരാമനോട് ദേഷ്യമാണല്ലോ. ആ ചിരി കാണുമ്പോൾ ദേഷ്യമാണ് തോന്നുന്നത്. ദേഷ്യത്തോടെ നോക്കുന്നുണ്ട് ബലരാമനെ തിരിച്ച്. ബലരാമനാണെങ്കിലും എന്തോ പന്തികേട് തോന്നുന്നുണ്ട് കൃഷ്ണന്റെ ആ മാറ്റം കണ്ടിട്ട്. ശേഷം ജ്യോത്സ്യൻ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ ഇവരുടെ സാന്നിധ്യത്തിൽ തന്നെ ഡേറ്റ് വായിക്കണമെന്ന്. ഈശ്വര നിശ്ചയം ഉണ്ടായിരുന്നു. സാഗറപ്പ കൃഷ്ണനോടും കൺമണിയോടും ചോദിക്കുകയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ വിവാഹ തീയതി അറിയണ്ടേ? ഡിസംബർ 22 തിങ്കളാഴ്ച എന്ന് അവരെയും അറിയിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ അവരും ഹാപ്പി. ബലരാമൻ കൃഷ്ണനോടും കൺമണിയോടും കൺഗ്രാറ്റുലേഷൻസ് ഒക്കെ പറയുമ്പോൾ കൃഷ് ഒന്നും മിണ്ടാതെ സീരിയസ് ആയിട്ട് തന്നെ നിൽക്കുകയാണ്. തുടർന്ന് സാഗർ ആണെങ്കിൽ ജ്യോത്സ്യനോട് മറ്റൊരു കാര്യം കൂടി അറിയിക്കുകയാണ്. അതായത് ഞങ്ങളുടെ മൂത്ത മകനാണ് ബലരാമൻ. കൃഷിന്റെ വിവാഹം നടക്കുന്ന അതേ ദിവസം, അതായത് 22-ാം തീയതി, അന്നത്തെ ദിവസം അതേ മുഹൂർത്തത്തിൽ അതേ മണ്ഡപത്തിൽ തന്നെ വെച്ച് ബലരാമന്റെ വിവാഹം കൂടെ നടത്താൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അതിനൊന്ന് രാശി നോക്കണം. ബലരാമൻ അതിനൊന്നും താല്പര്യമില്ല, വേണ്ടാന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സാഗർ അതിന് സമ്മതിച്ചു കൊടുക്കുന്നില്ല. ഞങ്ങളെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു, ഇനി നീ ഒന്നും പറയണ്ട എന്നുള്ള രീതിയിലാണ് സാഗർ സംസാരിക്കുന്നത്. തിരുമേനിയാണെങ്കിലും സംശയത്തോടെ ചോദിക്കുന്നുണ്ട്, മൂത്ത മകന്റെ കാര്യം സാഗർ മുൻപൊന്നും എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ സാഗർ അയാളെ അറിയിക്കുന്നുണ്ട്, അത് പിന്നെ അതൊക്കെ വലിയൊരു കഥയാണ് തിരുമേനി. ജനന ദിവസം തന്നെ ഞങ്ങൾക്ക് കൈവിട്ടു പോയ മകനാണ് ബലരാമൻ. അടുത്ത സമയത്താണ് തിരികെ കിട്ടിയത്. സുജാതയാണെങ്കിലും തന്റെ ആഗ്രഹവും തിരുമേനി അറിയിക്കുന്നുണ്ട്. ബലരാമന്റെ വിവാഹവും കൃഷ്ണന്റെ വിവാഹ ദിനത്തിൽ തന്നെ നടത്തണമെന്ന്. കൃപയ്ക്കും അതേ അഭിപ്രായം തന്നെയാണ്. 2 വിവാഹം ഒരേ ദിവസം തന്നെയായ ഒറ്റ ചെലവിൽ കാര്യം നടക്കുമല്ലോ ഏട്ടാ എന്നാണ് കൃപയും തമാശയോടെ പറയുന്നത്. അതേസമയം തിരുമേനി ബലരാമനോട് ജാതകം തരാൻ ആവശ്യപ്പെടുന്നുണ്ട്. ബലരാമൻ ഇപ്പൊ പറയും, എനിക്കങ്ങനെ ജാതകമൊന്നുമില്ല, അതിനെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചിട്ടുമില്ല, എന്റെ വിവാഹത്തിന് ധൃതി പിടിക്കണ്ടെന്ന് തന്നെ ബലരാമൻ വീണ്ടും ആവർത്തിക്കുന്നുമ്പോ ജ്യോത്സ്യൻ ചോദിക്കുന്നുണ്ട്, തനിക്ക് ആഗ്രഹമില്ലായിരിക്കാം, പക്ഷെ അച്ഛനും അമ്മയ്ക്കും ആഗ്രഹം ഉണ്ടല്ലോ, അവരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കണ്ടേടോ. കൃഷ്ണൻ ഇതൊന്നും ഒട്ടും പിടിക്കുന്നില്ല. ദേഷ്യം കടിച്ചു പിടിച്ച് നിൽക്കുകയാണ് അവിടെ. നല്ലൊരു ചടങ്ങ് നടക്കുമ്പോൾ അത് അലങ്കോലമാക്കണ്ടെന്ന് കരുതി മാത്രം അടങ്ങി നിൽക്കുകയാണ്. ഏതായാലും ജ്യോത്സ്യന് നമ്മുടെ സുജാത ബലരാമന്റെ ജനനത്തീയതിയും ജനന സമയവും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതനുസരിച്ച് ജ്യോത്സ്യൻ ജാതകം പരിശോധിക്കുമ്പോൾ ജ്യോത്സ്യൻ ആദ്യം തന്നെ പറയുന്നത് ബലരാമന്റെ സമയം ഇപ്പൊ നല്ലതല്ലെന്നാണ്, ചതിയിൽപ്പെടാതെ സൂക്ഷിക്കണമെന്നൊക്കെയാണ്. അത് കേട്ടപ്പോൾ സുജാതയ്ക്കൊക്കെ ആണെങ്കിലും ആശങ്കയാവുന്നുണ്ട്. ആര് ചതിക്കുമെന്നാ പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ, ചതിക്കുന്നതെന്ന് പറഞ്ഞാൽ ആർക്കാ ചതിച്ചുകൂടാത്തത്? ഏറ്റവും അടുപ്പമുണ്ടെന്ന് കരുതുന്നവർ തന്നെ ചിലപ്പോൾ ചതിച്ചേക്കാം. ഇതറിയുമ്പോഴത്തേക്കും സുജാതയ്ക്ക് ആകെ വിഷമമാവുകയാണ്. എന്നാൽ ബലരാമൻ സുജാതയോട് പറയാം, അമ്മ വിഷമിക്കാതെ, അച്ഛനും അമ്മയെന്ന് കരുതിയവർ തന്നെ എന്നെ ചതിച്ചില്ലേ, അതിലും വലിയൊരു ചതി ഇനി ഉണ്ടാവാനില്ലല്ലോ. ഉടനെ സുജാത തിരുമേനിയോടായിട്ട് ദോഷങ്ങൾ മാറ്റാൻ എന്താ ഇനി ചെയ്യേണ്ടത് ഒരു പ്രതിവിധി ചോദിക്കുമ്പോൾ, ആദ്യം ഞാൻ ജാതകം തയ്യാറാക്കട്ടെ, അതിനുശേഷം പ്രതിവിധികൾ ആലോചിക്കാം എന്നാണ് അദ്ദേഹം മറുപടി കൊടുക്കുന്നത്. ഈ സമയത്തെല്ലാം ബലരാമനെ ആരോ നിരന്തരമായി ഫോൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ കാണുന്നതും ബലരാമൻ അതെല്ലാം കട്ട് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. തുടർന്ന് തിരുമേനിയും കൃഷ്ണനോടും കൺമണിയോടുമായിട്ട്, കൃഷ്, കൺമണി, നിങ്ങൾ വിഘ്നേശ്വരനെ മുറുകെ പിടിച്ചോളൂ, വിഘ്നേശ്വരനാണ് ഞങ്ങളുടെ ദൈവമെന്ന് കൺമണി പറയുമ്പോൾ, പ്രത്യേകിച്ച് വഴിപാട് വല്ലതും നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് തിരുമേനി. അത് പിന്നെ വിവാഹം നിശ്ചയിച്ചു കഴിഞ്ഞാൽ പൊന്നുമേട്ടിലെ വനദുർഗയുടെ മുമ്പിൽ കുളിച്ചു തൊഴാമെന്ന് നേർച്ചയുണ്ട്. ഞങ്ങൾ നേർന്നതല്ല, ഞങ്ങൾക്ക് വേണ്ടി ആ നാട്ടുകാർ ചെയ്തതാ.
അപ്പോഴേക്കും തിരുമേനി അവരെ അറിയിക്കുന്നുണ്ട്, എന്തായാലും നിങ്ങൾ ഇപ്പൊ തന്നെ ആ വഴിപാട് ചെയ്യണം. രണ്ടുപേരും ഉത്തമ ദമ്പതികളായി വാഴാൻ വിഘ്നേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ബ്ലസ് ചെയ്യുന്നുകൊണ്ട് തിരുമേനി. കൃഷ്ണനും കൺമണിക്കും സന്തോഷമാവുന്നു. അവരുടനെ തന്നെ വരദുർഗയുടെ അമ്പലത്തിലേക്ക് പോകാമെന്ന് കേൾക്കുന്നു. ബലരാമൻ പിന്നെ കൃഷ്ണന്റെയും കൺമണിയുടെ അടുത്ത് ചെന്നിട്ട് കൃഷ്ണനോടായിട്ട് വരദുർഗയുടെ കോവിലിൽ പൂജ ചെയ്യാൻ ഇപ്പൊ തന്നെ പോകുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ ചോദ്യങ്ങൾക്കൊന്നും മറുപടി കൊടുക്കാതെ കൃഷ്ണൻ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത്. കൃഷ്ണൻ കൃപ വന്നിട്ട് കൺമണിയോട് പറയുന്നുണ്ട്, കൺമണി നിങ്ങൾ നേരത്തെ തന്നെ ഇവിടെ ഉണ്ടാവേണ്ടതായിരുന്നു. അല്ല, എന്താ ഇത്ര വൈകിയേ? കറങ്ങാൻ പോയതാണോ? ആ വിശേഷങ്ങളൊക്കെ ഒന്ന് കേൾക്കട്ടെ എന്ന് പറഞ്ഞ് കൺമണിയും കൂട്ടിക്കൊണ്ട് പോവുകയാണ് കൃപ. ബലരാമനെ കൃഷി തന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുമ്പോൾ അതിൽ വിഷമമുണ്ട്. കൃഷ്ണന് എന്ത് പറ്റിയതായിരിക്കും എന്ന് ആലോചിച്ച് നിൽക്കുന്ന സമയത്താണ് ഭാഗ്യശ്രീയുടെ കോള്. ഭാഗ്യശ്രീ അങ്ങനെ ബലരാമനോട് സുമിത്രയും ബാലഗോപാലും കൂടി ചേർന്ന് കൃഷ്ണനും കൺമണിക്കും പണി കൊടുക്കാൻ നോക്കിയതിനെ പറ്റിയെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതോടെ ബലരാമന് മനസ്സിലാവുന്നുണ്ട് കൃഷ്ണൻ എന്തുകൊണ്ടാണ് തന്നോട് ഇപ്പൊ ഇത്ര ദേഷ്യം കാണിക്കുന്നതെന്ന്. നിരപരാധിയായ താൻ വീണ്ടും തെറ്റിദ്ധരിക്കപ്പെട്ടല്ലോ എന്നോർത്ത് ബലരാമന്റെ കണ്ണുകളൊക്കെ നിറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കാണിക്കുന്ന അലിഗയിൽ കുറച്ച് സ്റ്റാഫ് ചേർന്ന് ശ്രീദേവിക്ക് സ്വീറ്റ്സ് എല്ലാം വന്ന് കൊണ്ടുകൊടുക്കുമ്പോൾ ശ്രീദേവി ആ കുട്ടിയോട് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ ആ കുട്ടി ചിരിച്ചുകൊണ്ട് പറയും, അതിന് ഇന്ന് എന്റെ ബർത്ത്ഡേ അല്ലല്ലോ, കല്യാണ നിശ്ചയത്തിന്റെയാ. അപ്പൊ ശ്രീദേവി, ഓ കല്യാണം നിശ്ചയിച്ചോ, കൺഗ്രാറ്റ്സ്, ആരാ വരൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ വരൻ നമ്മുടെ ക്രിസ് സാറും വധു നമ്മുടെ ചീഫ് ഡിസൈനർ കൺമണിയും എന്ന് പറയുന്നത് കേട്ടിട്ട് ശ്രീദേവിയുടെ മുഖം വാടുന്നുണ്ട്. ഇത്രയും കാലമായിട്ട് എല്ലാവരും പ്രതീക്ഷിച്ചൊരു കാര്യമാണ് നടക്കാൻ പോകുന്നത്. ഡിസംബർ 22 കല്യാണം. ദേവ് സാറാണ് പറഞ്ഞത് എല്ലാവർക്കും മധുരം കൊടുക്കാൻ. സന്തോഷത്തോടെ പറഞ്ഞ് സ്റ്റാഫ്സ് എല്ലാം അങ്ങോട്ട് പോകുമ്പോൾ ശ്രീദേവിക്ക് ഈ വിവരം അറിഞ്ഞ് ആകെ ദേഷ്യം വരുന്നു. എന്നിട്ട് മനസ്സിൽ ചിന്തിക്കുകയാണ്, ആ മാനസമ്മയുടെ മനസ്സിൽ ചിന്തിക്കുന്നതൊക്കെ പൊളിഞ്ഞു പോയല്ലോ. എന്തായാലും കയ്യോടെ തന്നെ ഈ കാര്യം മാഡത്തിനെ വിളിച്ച് പറയാം. മാനസ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ മാനസ ഇങ്ങോട്ട് വിളിക്കുന്നുണ്ട് ശ്രീദേവിയെ. എന്നിട്ട് ശ്രീദേവി കോൾ എടുത്തിട്ട്, ഹലോ മാഡം, അതിശയമായിരിക്കുന്നു, ഞാൻ മാഡത്തിനെ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങായിരുന്നു. മാനസ അപ്പ ചോദിക്കുന്നുണ്ട്, കൃഷ്ണന്റെയും കൺമണിയുടെയും കല്യാണക്കാര്യം പറയാൻ വേണ്ടിയല്ലേ നീ എന്നെ ഇങ്ങോട്ട് വിളിക്കാൻ തുടങ്ങിയത്? അതേന്നും മാഡം ഇതെങ്ങനെ അറിഞ്ഞെന്ന് ചോദിക്കുമ്പോ, ആ അതാണ് മാനസ, ബാക്കി ആരും അറിയാത്തത് ഞാൻ കണ്ടുപിടിക്കും. അല്ല അതിരിക്കട്ടെ, ഓഫീസിലെ ആഘോഷമുണ്ടോ? ശ്രീദേവി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ആ ഉണ്ട്, ലഡു വിതരണമൊക്കെ നടക്കുന്നുണ്ട് മാഡം, എനിക്കും കിട്ടി വരണം, പക്ഷെ ഞാനിതുവരെ കഴിച്ചിട്ടില്ല. മാനസ പറയുന്നുണ്ട്, നീ കഴിച്ചോ? ഒരു കുഴപ്പമില്ല, ഞാൻ അലിഗയിലേക്ക് എത്തിയാലേ എന്റെ തിരിച്ചുവരവിന്റെ ഭാഗമായി ഇതിലും വലിയ ആഘോഷങ്ങളൊക്കെ ആയിരിക്കും നടക്കാൻ പോകുന്നത്. അത് കേൾക്കുമ്പോൾ ശ്രീദേവിക്ക് സന്തോഷാവുന്നുണ്ട്. ചോദിക്കുന്നുണ്ട്, മാഡം ഉടനെ തന്നെ തിരിച്ചു വരുന്നുണ്ടോ? പിന്നെ അല്ലാതെ, അത് എന്റെയും കൂടെ ഓഫീസല്ലേ, ഞാൻ GM ആയിരുന്നു ഓഫീസ്, അവിടെ ഞാൻ ഉടനെ തന്നെ വന്ന് ചാർജ് എടുക്കും. എന്നെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ ഇപ്പൊ തന്നെ തുടങ്ങിക്കോ. ശ്രീദേവിക്ക് ഇതൊക്കെ എങ്ങനെയാണെന്ന് തോന്നിപ്പോവുകയാണ്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് പറയുമ്പോൾ, നിനക്ക് മാത്രമല്ല ശ്രീദേവി, പലർക്കും മനസ്സിലായിട്ടില്ല മാനസ ആരാണെന്ന്. എന്തായാലും ഞാൻ വരുന്നുണ്ട് പലരുടെയും ഉറക്കം കെടുത്താൻ. MDയുടെയും ഡിസൈനറുടെയും കല്യാണ തീയതി കുറിച്ചു, അവർക്ക് ഞാനും കുറിച്ചിട്ടുണ്ട് ഒരു തീയതി എന്നൊക്കെ വലിയ വീരവാദം മുഴക്കുന്നുണ്ട് മാനസ. ഇവിടെ കൃഷിന്റെ വീട്ടില് മനോജും ശ്രീനിയും ഒക്കെ തീയതി കുറിച്ചതിന്റെ ആ ഒരു സന്തോഷം സാഗറുമായിട്ട് പങ്കുവയ്ക്കുന്നുണ്ട്. ശ്രീനിവാസൻ ഇങ്ങനെ സാഗറിനോട് നന്ദിയെല്ലാം പറയാൻ തുടങ്ങുമ്പോൾ, എന്താ ശ്രീനിവാസ ഇത്, നമ്മളിനി ബന്ധുക്കളാകാൻ പോകുന്നവരാ, നമ്മൾ രണ്ടുപേരും ഇപ്പൊ തുല്യരാ, അതുകൊണ്ട് ഈ നന്ദിയും കടപ്പാടും ഒന്നും ഇനി പറയണ്ട കേട്ടോ. അപ്പൊ ശ്രീനി പറയുന്നുണ്ട്, സാറിന്റെ നല്ല മനസ്സുകൊണ്ടാണ് ഇതും പറയുന്നത്. പിന്നെ ഞങ്ങൾക്കറിയാം, ഞങ്ങൾക്ക് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത ഉയരത്തിലാണ് ഈ ബന്ധം. ഇവിടേക്ക് ഞങ്ങളുടെ മോൾക്ക് വരാൻ പറ്റുകയെന്ന് വെച്ചാൽ അതൊരു ഭാഗ്യം തന്നെ. എന്നാൽ അതിന് സാഗർ കൊടുക്കുന്ന മറുപടി, ഈ കുടുംബത്തിനേക്കാൾ ഉയരത്തിലാണ് ശ്രീനിവാസ കൺമണി. അതുപോലെ ഒരു പ്രതിഭയെ ഞങ്ങൾക്ക് തരുന്നതിൽ ഞങ്ങൾ അങ്ങോട്ടാണ് നന്ദി പറയേണ്ടത്. അന്ന് ശ്രീനിവാസൻ ആശുപത്രിയിൽ കിടന്നപ്പോ ഞാൻ വന്ന് കണ്ടല്ലോ. കൺമണിക്ക് ഒരു സമ്മാനമായിട്ട് ഞാൻ 10 ലക്ഷം രൂപ കൊടുത്തപ്പോ അതവൾ അന്തസ്സോടെ നിരസിച്ചു. അപ്പൊ അറിയാതെ മനസ്സിലൊരു തോന്നൽ വന്നു, ഇങ്ങനെ ഒരു മരുമകളെ എനിക്ക് കിട്ടിയിരുന്നെങ്കിലെന്ന്. അതിലും ആഗ്രഹിച്ചത് അവസാനം സംഭവിച്ചു. അതേസമയം മനോജ് സാഗറിനോടായിട്ട്, സാർ എന്റെ അനിയത്തിക്ക് ഒരു കുറവും വരാൻ പാടില്ലെന്നാണ് എന്റെ ആഗ്രഹം, ചില നാട്ടു നടപ്പുകൾ എന്നൊക്കെ പറഞ്ഞു വരുമ്പോഴേക്കും സാഗറിന് മനസ്സിലാവുന്നുണ്ട് മനോജ് എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന്. സ്ത്രീധനത്തിനെ പറ്റിയാണെന്ന്. സാഗർ അങ്ങോട്ട് ചോദിക്കുന്നുണ്ട്, കല്യാണത്തിനിടുന്ന ആഭരണങ്ങളെ പറ്റിയല്ലേ മനോജ് പറയുന്നത്? പെൺകുട്ടിയുടെ കല്യാണത്തിന് അവളുടെ വീട്ടുകാർക്കൊക്കെ ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും, അതൊന്നും ഞങ്ങൾ തടയുന്നില്ല. നിങ്ങളുടെ തൃപ്തിക്ക് വേണ്ടി മാത്രം വളരെ ലളിതമായിട്ട് മതി. പിന്നെ അത് കടം വാങ്ങിയിട്ടോ ലോൺ എടുത്തിട്ടോ ഒന്നും ആവരുത്. വിവാഹം സന്തോഷിക്കാനുള്ളതാ, ബാധ്യതകൾ ഉണ്ടാക്കരുത്. മനപ്പൊരുത്തമാണ് എല്ലാത്തിനേക്കാളും പ്രധാനം. അത് കൃഷ്ണനും കൺമണിക്കും ആവോളം ഉണ്ട്. നിങ്ങൾ കൺമണിയെ കൺമണിയായിട്ട് ഇങ്ങോട്ട് ഏൽപ്പിക്കുക, ബാക്കിയൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. സാഗറിന്റെ ഈ നല്ല മനസ്സിന് മുമ്പിൽ തൊഴുതു പോവുകയാണ് മനോജ്. വല്ലാതെ ഇമോഷണലായി നിൽക്കുന്നു. എന്റെ അനിയത്തിക്ക് ഇത്രയും ഭാഗ്യമുണ്ടെന്ന് നോക്കുമ്പോൾ സന്തോഷവും സങ്കടവും ഒക്കെ ഒരുമിച്ച് വരിക എനിക്ക്. അപ്പോൾ സാഗർ ആണെങ്കിൽ മനോജിന്റെ തോളിൽ തട്ടിക്കൊണ്ട് പറയാ, കൃഷ്ണൻ കൺമണിയും ഹാപ്പി ആയിട്ട് ജീവിക്കട്ടെടോ, അത് കണ്ട് നമുക്ക് സന്തോഷിക്കാം. അതോടൊപ്പം ശ്രീനിവാസന് ചില നിർദ്ദേശങ്ങളും കൊടുക്കുന്നുണ്ട്. ആരോഗ്യത്തിൽ പ്രത്യേകം ശ്രദ്ധ വേണമെന്നും, ഈ സ്വർണവും പണവും ഒന്നും അല്ല, ആരോഗ്യമാണ് സമ്പത്ത്. മനോജ് അറിയിക്കുന്നുണ്ട്, ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞ അച്ഛനെ ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോകുന്നത്. പിന്നെ ഞാൻ നാളെ ജോലിക്ക് കയറുകയാണ്,
വിവാഹത്തിന് മുമ്പ് തിരിച്ചു വരും. അപ്പൊ സാഗരം തിരിച്ചു പറയുന്നുണ്ട് എല്ലാം മംഗളകരമായിട്ട് തന്നെ നടക്കും. എന്നെ സംബന്ധിച്ച് ഒന്നല്ല 2 കല്യാണമാണ് നടക്കാൻ പോകുന്നത്. പറഞ്ഞില്ലേ, കൃഷിന്റെയും ബലരാമന്റെയും കല്യാണം ഒരുമിച്ച് നടത്തുന്ന രീതിയിലാണ് ഞാൻ ചിന്തിക്കുന്നത്. അത് നല്ല കാര്യമാണെന്നുള്ള രീതിയിൽ തന്നെയാണ് ശ്രീനിയാണെങ്കിലും മനോജാണെങ്കിലും സംസാരിക്കുന്നത്. സുജാതയാണെങ്കിൽ ഇവിടെ ഒറ്റയ്ക്ക് വിഷമിച്ച് റൂമിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോഴാണ് മാനസയുടെ കോള്. അത് തന്നെ മാനസ സുജാതയോട് കൺഗ്രാറ്റുലേഷൻസ് ആന്റി ഒരു അമ്മായിയമ്മയാകാൻ പോകുകയല്ലേ, തീയതിയൊക്കെ കുറിച്ചിട്ടുണ്ടാകും അല്ലേ. സുജാതയ്ക്കാണെങ്കിൽ മാനസയോട് കുറ്റബോധം കൊണ്ട് സംസാരിക്കാൻ പോലും വാക്കുകൾ പോലും കിട്ടുന്നില്ല. അപ്പൊ മാനസ അത് മനസ്സിലാക്കിക്കൊണ്ട് അയ്യോ ആന്റി, ഞാൻ ആന്റിയെ കുറ്റപ്പെടുത്താനോ വേദനിപ്പിക്കാനോ ഒന്നും വിളിച്ചതല്ല, ആന്റി എന്നും എനിക്ക് വേണ്ടി സംസാരിച്ചിട്ടുള്ളൂ എന്നും പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തിരുന്നു. ആന്റിയുടെ ആ നന്മ മറ്റുള്ളവരിലും കാണുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷെ അവരാരും വാക്കിന് വില കൊടുത്തില്ല. ഒരിക്കലും അത് ആന്റിയുടെ കുറ്റമല്ലല്ലോ. ഞാൻ വെറുതെ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഞാനായിരുന്നില്ലേ അവിടെ ഇപ്പൊ ഉണ്ടാവേണ്ടിയിരുന്നത് മരുമകളായിട്ട്. സന്തോഷത്തോടെ ആന്റിയോടും ആന്റിയമ്മയോടും ഒപ്പം ഓരോ തമാശയൊക്കെ പറഞ്ഞ് ഇതൊക്കെ കേട്ട് സുജാതയാണെങ്കിൽ മോളെ നീ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കാതെ, ഞാൻ സത്യം പറയാം, മനസ്സിലെപ്പോഴും മോള് തന്നെയാണ് എന്റെ മരുമകൾ. ഇപ്പൊ തിരിച്ച് മാനസ പറയാ വേണ്ട ആന്റി, അങ്ങനെയൊന്നും ചിന്തിക്കണ്ട, അത് പിന്നെ ആന്റിക്ക് തന്നെ ഒരു വിഷമമാകും. പിന്നെ ചടങ്ങിന് ആരൊക്കെ ഉണ്ടായിരുന്നു ആന്റി? കൺമണിയുടെ അച്ഛനും ഒക്കെ വന്നിട്ടുണ്ടാവുമായിരിക്കും അല്ലേ? ആ, അച്ഛനും സഹോദരനും ഉണ്ടായിരുന്നു, പിന്നെ ബലരാമനും വന്നിരുന്നു. മാനസ അപ്പൊ ബലരാമനെ അത്ര പരിചയമില്ലാത്ത പോലെയൊക്കെ സംസാരിക്കുന്നുണ്ട്. ബലരാമൻ എന്ന് പറയുന്നത് ആരാ ആന്റി? ഓ, മൂത്ത മകൻ അല്ലേ, ദേഹം ഉണ്ടായിരുന്നു അല്ലേ? ആളെങ്ങനെയുണ്ട്? കൃഷ്ണനോടും കൃപയോടും ഒക്കെ നല്ല സ്നേഹമാണോ? ആന്റിയോട് നല്ല ഇഷ്ടമാണോ? ഇപ്പൊ ആ വീട്ടില് ഒരാൾ കൂടെ ആയി അല്ലേ? സുജാത അപ്പൊ മാനസ്ക്ക് ബലരാമനെ കുറിച്ച് വിവരിച്ചു കൊടുക്കുകയാണ്. നല്ല മോനാണ് ബലരാമൻ, അവന് വേണ്ടി ഒരു പെൺകുട്ടിയെ നോക്കിക്കൊണ്ടിരിക്കുക. അതങ്ങോട്ട് കേൾക്കുന്നത് മാനസയുടെ മനസ്സിൽ ലഡ് പൊട്ടി. തുടർന്നപ്പോ സുജാത ചോദിക്കുകയാണ് മാനസയോട്, മോളെ ഞാൻ ചോദിക്കുന്നത് തെറ്റാണോന്നൊന്നും എനിക്കറിയില്ല, ബലരാമന്റെ ഭാര്യയായിട്ട് ഇവിടെ വരാൻ മോൾക്ക് സമ്മതമാണോ? മാനസ കേൾക്കാൻ കൊതിച്ചിരുന്ന കാര്യമാണ് ഇപ്പൊ കേട്ടത്. മാനസയ്ക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നുകയാണ്. എന്നാൽ സുജാതയോട് ആ സന്തോഷം പ്രകടിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പോ സുജാത മൗനം കാണുമ്പോൾ ചോദിക്കും, എന്തു പറ്റി മോളെ, നിനക്ക് ഇഷ്ടമല്ലേ? എങ്കിൽ പിന്നെ വേണ്ട കേട്ടോ. അപ്പൊ മാനസ പറയും, അതുകൊണ്ടല്ല ആന്റി, എനിക്ക് എന്തോ ഒരു ഫീല് തോന്നി. അതേസമയം സുജാത വീണ്ടും ചോദിക്കുകയാണ് മാനസയോട്, ബലരാമന്റെ ഭാര്യയായിട്ട് ഈ വീട്ടിലേക്ക് വരാൻ നിനക്ക് സമ്മതമാണോ മോളെ? ആന്റിക്ക് സമ്മതമാവുന്നത് എന്തും എനിക്കും സമ്മതമെന്ന് മാനസ തിരിച്ചു പറയുന്നത് കേട്ടിട്ട് സുജാതയുടെ സന്തോഷത്തിന് അതിരില്ല. സന്തോഷം അടക്കാനാവാതെ സുജാത മാനസയോട് പറയാ, മതി മോളെ, എനിക്ക് ഇത്രയും കേട്ടാ മതി, മോള് ഫോൺ വെച്ചോ, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം. നിന്നെ എന്റെ മരുമകളായി കിട്ടുക എന്ന് പറയുന്നതാ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. മാനസയോട് സംസാരിച്ചു കഴിഞ്ഞ് സുജാത അങ്ങനെ നിൽക്കുമ്പോൾ കൺമണിയും കൂട്ടിക്കൊണ്ട് വരികയാണ് കൃപ. എന്നിട്ട് കൃപ സുജാതയോട് പറയും, കൺമണി ഉണ്ടല്ലോ ആകെ വരണ്ട് നിൽക്കുക അമ്മേ. അതെന്തിനാണെന്ന് ചോദിക്കുന്ന സുജാതയോട്, അല്ല ഒരു പെണ്ണ് വുഡ്ബിയുടെ വീട്ടിൽ വരുമ്പോ കുറച്ച് ടെൻഷൻസ് ഒക്കെ കാണുമല്ലോ, ഇത്ര ടെൻഷനാണെങ്കിൽ പിന്നെ വുഡ്ബിയുടെ വീട്ടിലേക്ക് വരണ്ടാന്ന് വെക്കണം. അങ്ങനെ പറയുകയാണ് അപ്പൊ സുജാത. ഇത് കേട്ട് കൺമണിക്ക് ഫീൽ ആകുന്നുണ്ട്.